ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പുലാവ് ഉണ്ടാക്കാം. അധികം എരിവൊന്നുമില്ലാത്ത പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ പുലാവ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അരക്കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഇച്ചിരി കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടുകൊണ്ട് നമുക്ക് ഒരു നുള്ള നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ട് വഴട്ടുക. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടു വരണം. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളകാണ് സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് വീണ്ടും വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് മീഡിയമായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന 1 കിലോ ചിക്കന് ഇട്ട് കൊടുക്കാം. ചിക്കന് നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്നത് പോലെ വലിയ കഷ്ണങ്ങളാക്കണ്ട, സ്വല്പം കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി. ഇനിയും ഈ ചിക്കനൂടെ ഈ സവാളയിലൊക്കെ നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ചിക്കന് നല്ലതായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് മസാലയുടെ കൂടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ചോറിനും കൂടി ചേരുന്ന രീതിയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കന് ആവശ്യമായ ഉപ്പും ചോറിന് ആവശ്യമായ ഉപ്പും കൂടി ആയിട്ടുണ്ട്. ഇനി ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും എല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് നല്ലതായിട്ടൊന്ന് വെന്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചിക്കനെല്ലാം ഇങ്ങനെ പറക്കി മാറ്റണം. ചിക്കനെല്ലാം പറക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് കുതിർത്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 30 മിനിറ്റ് നമ്മൾ അരിയെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 3 ഗ്ലാസ് അരിയാണ് കുതിർത്തെടുത്തിരിക്കുന്നത്. ബാസ്മതി അരിയാണ്, ചെറിയ രീതിയിലുള്ള ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജീരകശാല റൈസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് നല്ലതായിട്ട് വേവുന്നതിന് വേണ്ടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഇച്ചിരി കൂട്ടി തന്നെ ഇട്ട് കൊടുക്കുക. ചോറ് ഉണ്ടാക്കുന്നതിനുള്ള അരിയെല്ലാം ഇട്ട് കൊടുത്ത് ഇത് ഇനിയും ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു പുലാവ് അധികം നമ്മൾ മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ എരിവ് കൂടുതൽ വേണ്ടായല്ലോ, അപ്പം അവർക്കൊക്കെ കൊടുക്കാൻ നല്ല രുചികരമായിട്ടുള്ള ഒരു പുലാവാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്തിലേക്ക് വേണ്ടിയ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ബദാം, ഡ്രൈ നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് ഒന്ന് വറുത്ത് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്യുക. ചെറുതീയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ പഞ്ചസാര ഒന്ന് ലൂസായി വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ആപ്പിൾ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ആപ്പിൾ കഷ്ണങ്ങൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയല്ല, കിസ്മിസ്, കാഷ്യൂനട്ട് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്ത് ഈ പഞ്ചസാരയുടെ കാരമലൈസിൽ ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കാം. അതിനി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ എടുത്തു വെച്ചിരുന്ന ചിക്കന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം.
വഴറ്റിയെടുക്കുകയല്ല, അതിൻ്റെ കളറ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറും. ഈ ചിക്കൻ്റെ ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പുലാവിനകത്തിലേക്ക് നമുക്ക് നല്ലതായിട്ട് കിട്ടും ഈ ചിക്കൻ ഒന്ന്. ഇനി അതും ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വഴണ്ട് കിട്ടും. രണ്ട് സൈഡും എല്ലാം ഒന്ന് ശരിയായി കിട്ടും. ഇനി നമുക്ക് കുറേശ്ശെ ചോറിലേക്ക് നമുക്ക് ഈ ചിക്കന് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം ഈ ചിക്കൻ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ലെയർ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചോറിട്ട് കൊടുത്ത് ലെയർ ചെയ്യുക. അങ്ങനെ നമുക്ക് ഞാനിവിടെ ചെറിയതായിട്ട് കഷ്ണമായിട്ട് എടുത്ത ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിളാണ്. ആപ്പിൾ കൂടാതെ തന്നെ നമുക്ക് ക്യാരറ്റ് ചെറുതായി, വളരെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ആ ക്യാരറ്റിന് പകരമാണ് ഞാൻ ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തത്. വളരെ ടേസ്റ്റായിരുന്നു ഈ ആപ്പിൾ ഇട്ട് കൊടുത്തപ്പോഴും. നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിലും ചെറുതായി അരിഞ്ഞ് ഇച്ചിരി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പുലാവിന് അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൊച്ചു മക്കൾക്കൊക്കെ കൊടുക്കാനെ കൊണ്ട് നല്ലതാണ്. അതുകൊണ്ടുകൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചു മക്കളൊക്കെയുള്ള, എരിവൊന്നും കൂട്ടാത്ത മക്കളൊക്കെയുള്ള വീടുകളിലൊക്കെ ഇത് തയ്യാറാക്കി നോക്കിയാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. നമ്മളതെല്ലാ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്യണം. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്നത് പോലെ ഒന്ന് ദം ചെയ്യണം. അത്രയും ടൈം വേണ്ട, അതിലും കുറച്ച് ടൈം മതി. ഏകദേശം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് ദം ചെയ്ത് എടുത്താൽ മതി. ആവിയൊന്നും പോകാതെ നമുക്കിതുപോലെ അടച്ചു വെച്ചൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ചിക്കൻ പുലാവ് തയ്യാറായി കഴിഞ്ഞു. ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. എല്ലാവർക്കും ചാനൽ കണ്ടതിന് നന്ദി.